പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഒരു ബീച്ചിൽ തന്നെ ഇപ്പോഴുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അഞ്ജന ബീച്ചിൻ്റെ നൈറ്റ് ലൈഫ് കാഴ്ചകളുടെ മുന്നിലാണ്. അപ്പോൾ വളരെ വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായ ഒരു മനോഹരമായ ബീച്ചാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ധാരാളം ജനങ്ങൾ, ഒരു സീസൺ അല്ലാതിരുന്നിട്ട് കൂടി എത്ര ജനങ്ങളാണ് ഇവിടെ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഏകദേശം പുലർച്ചെ വരെ ഡാൻസുകളും പാർട്ടികളും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത്രയും നേരമൊന്നും നിൽക്കുന്നില്ല. ഒരല്പനേരം വീഡിയോ പിടിച്ചിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് കിടന്നുറങ്ങേണ്ടതാണ്. എങ്കിലേ നാളെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഇല്ലേ പിന്നെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. സമയത്തും ഈ ഒരു ബീച്ചിലെ ജനത്തിരക്കൊന്ന് കണ്ടു നോക്കി. എത്രയാണെന്ന്, എത്രയധികം ആളുകളാണ്. ഒറ്റ ബീച്ചിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരു നൈറ്റ് ലൈഫ് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഈ സമയങ്ങളിൽ നീണ്ട അവധി ലഭിക്കുന്ന ഉദ്യോഗസ്ഥരും ജോലിക്കാരും എല്ലാവരും അവരുടെ അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗോവ പോലുള്ള സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുകയും ഗോവ പോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും ഇവിടെ വന്ന് ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ബീച്ചുകളിലൂടെ അവരവരുടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഇതിലൂടെ നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ടേബിള് ബുക്ക് ചെയ്യാനും അവരുടെ ഫുഡ് ആസ്വദിക്കാനും. കട്ടിയേറിയ സ്റ്റെപ്പുകൾ ഇട്ടുകൊണ്ട് രണ്ട് യുവാക്കൾ അവിടെ നൃത്തം ആസ്വദിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
people, we got the fire dancer on the floor. Requesting everybody to please enjoy the show. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ കണ്ടതൊന്നുമല്ല, നമ്മളിപ്പോൾ കണ്ടില്ലേ അവിടെ ഒരു ബാറിൽ ഫയർ ഡാൻസ്, വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഡാൻസർ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിചാരിതമായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഉള്ളിൽ മനോഹരമായി ഈ നൃത്തം കാണുകയും ഞാനതിൻ്റെ വീഡിയോ പിടിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരം വീഡിയോകളും ഇത്തരം ഡാൻസുകളൊന്നും നേരിട്ട് കാണാത്തവരൊക്കെ ഉണ്ടാവും. ഏതായാലും വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ ഏതായാലും അതിൻ്റെ ഗ്രില്ലിൻ്റെ പുറത്തു നിന്നാണ് അതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ബീച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നൊരു ബീച്ചാണ്. 10,000-കണക്കിന് ആളുകൾ ഈ ഒരു ബീച്ചിൽ തന്നെ ഇപ്പോഴുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒരു സുഖമില്ലായ്മ, ഉറക്കത്തിൻ്റേതായ ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ കിട്ടിയതോടുകൂടി ഇന്നത്തെ റെക്കോർഡിംഗ് നിർത്തി പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.